ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഒരു മുളം തണ്ടായി ഞാൻ പിറക്കുമെങ്കിൽ നിന്റെ ചൊടിമലരിതളിൽ വീണലിഞ്ഞു പാടും, അലിഞ്ഞു പാടും. ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഒരു മുളം തണ്ടായി ഞാൻ പിറക്കുമെങ്കിൽ നിന്റെ ചൊടിമലരിതളിൽ വീണലിഞ്ഞു പാടും, അലിഞ്ഞു പാടും. താങ്ക് യു. ദേവട്ടി, എന്തോ കണ്ണന്റെ പാട്ടുകൾ ഒരു വീക്ക്നെസ് ആണല്ലേ?
ഫസ്റ്റ് ഗോൾഡൻ മൈക്ക് ഫസ്റ്റ് പെർഫോമൻസ് തന്നെ കൃഷ്ണന്റെ പാട്ടായിരുന്നു. ഇപ്പൊ അതാ വീണ്ടും ഒരു കൃഷ്ണന്റെ പാട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഏത് രാഗത്തിലാ? യമുന കല്യാണി. ഇതില് വേറെ പാട്ടുകള്? ഉണ്ണികളെ ഒരു കഥ പറയാന്നുള്ളൊരു പാട്ടുണ്ട്. പിന്നെ ചീരപ്പൂവുകൾക്ക് ഉമ്മ കൊടുക്കുന്ന ആ പാട്ട്. അങ്ങനെ ഓക്കെ, ചോദിക്കാം. ശരത് സാർ. ഹായ് മക്കളെ. ഹായ് സാർ. നല്ല പാട്ട് മോളെ, ബ്യൂട്ടിഫുൾ സോങ്. ഇതാരൊക്കെയാണ് ചെയ്തത് അതൊക്കെ പറ, ആദ്യം നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാം. മ്യൂസിക് AT ഉമ്മർ സാർ, ലിറിക്സിസ്റ്റ് ബിച്ചു തിരുമല സാർ. ഓക്കെ. പാടിയില്ലേ ആരും? പാടിയത് ജാനകിയമ്മ. അത് പറയണ്ടേ? എന്താ അസാധ്യമായിട്ടാണ് അമ്മ പാടിയേക്കുന്നത്. അത് പിന്നെ പറയേണ്ട കാര്യം, എല്ലാം അങ്ങനെയാണ് പാടുന്നത്. ഏത് കൊടുത്താലും. കുറേ സന്തോഷം മോളെ കേട്ടോ. എനിക്ക് എൻ്റെ ചെറുപ്പകാലവും അതൊക്കെ കുറേ ഓർമ്മ വന്നു കേട്ടോ. അതിന് താങ്ക് യു. മക്കൾ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഈ ഇപ്പോൾ ഒരുമയിൽ പല്ലവി ഇല്ലേ, പല്ലവി കല്യാണിയാണ്, അറിയാമോ അത്? ഇല്ല, ഞാനത് ഒത്തിരി അത് കർണാട്ടിക് അങ്ങനെ ഒത്തിരി ആയിട്ടില്ല. ഇല്ല മക്കളെ, നമ്മൾ ആരും ആയിട്ടില്ല. ഞാനും പഠിച്ചോണ്ടിരിക്കുകയാടാ കേട്ടോ. ഞാനും പഠിച്ചോണ്ടിരിക്കുക. നമുക്ക് എത്രയോ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് അറിയാവുന്ന പറഞ്ഞു തരാം നമുക്ക് കേട്ടോ. ഇത് പല്ലവി കല്യാണിയാണ് അല്ലേ? കല്യാണിയാണ് മോളെ കേട്ടോ. ചരണത്തിലാണ്. അത് വരുമ്പോഴാണ് ഒരു അടുത്ത മധ്യമവും കൂടെ വരുമ്പോഴാണ് യമുന കല്യാണിയുടെ ഫീല് വരുന്നത്. അല്ലേ? അറിയാവോ? ആ, രണ്ടുമായുള്ള അറിയാമോക്ക്? കേട്ടിട്ടുണ്ട് ഈ പാട്ട്. മഗരി സസനി പപമാ സനി സഗ പമപാ मैं पलकन डगर बुहारूंगा तेरी राह निखारूंगा मेरी प्रीत का काजल तुम अपने नैनों में मले आना जब दीप जले आना जब शाम ढले आना. വെറും മൂടേഷ് വൃത്തിയിട്ട മനുഷ്യൻ. പിന്നെ മോളെ ഇതൊക്കെ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു കോമ്പസിഷൻ കേട്ടോ. അസാധ്യം. അത് പറയാതിരിക്കാൻ വയ്യ. ചിച്ചോർ എന്നുള്ള സിനിമയിൽ രവീന്ദ്ര ജെയിൻ സാറിൻ്റെ മ്യൂസിക്കിൽ ദാസേട്ടന് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടാണ്. അതിമനോഹരമായിട്ടുള്ള പാട്ടാണ് ഇത്. മോള് ദൂരദർശനിൽ ദാസേട്ടൻ പാടിയത് കേട്ട് നോക്കണം കേട്ടോ. ജഗദീഷ് അദ്ദേഹം കച്ചേരിക്ക് മൃദംഗവും സോളോ വയലിനൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഒരു ഗ്രേസ് നമുക്ക് യേശുക്രിസ്തു ഇരുന്ന് പാടുന്ന പോലെ തോന്നും ദാസേട്ടനെ കണ്ട. അത്ര സുന്ദരനാണ് ദാസേട്ടനെ കാണാൻ ആ സമയത്ത്. ഇപ്പോഴും സുന്ദരനാണ്. പിന്നെ അപ്പം വെള്ളത്താടിയായിപ്പോയെന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ദാസേട്ടൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. നമുക്കെപ്പോഴും ദാസേട്ടന് ഒരു 30 വയസ്സ് 40 വയസ്സ് അതിൽ കൂടുതൽ വേണ്ട. അപ്പം മക്കളെ നല്ല പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. കുറച്ച് ശ്രുതിയുടെ അതൊക്കെ മോളൊന്ന് ശ്രദ്ധിച്ചോണം. നിന്റെ ചുടിമേൽ അത് നമുക്കൊന്ന് പക്കായിട്ട് പാടിയാലോ പല്ലവിയില്. അല്ല എല്ലാരും നമ്മളെല്ലാം ഒന്നാ എഴുതിയാക്കുന്ന പോലെ. ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, ഷാൻ പറയും, അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ ശക്തി വരട്ടെ കുഞ്ഞെ. പിറക്കുമെങ്കിൽ തൊട്ട് പാടി. അത് കറക്റ്റ്. ഞാൻ പിറക്കുമെങ്കിൽ തൊട്ട് പാടി. ഒരു മുളം തണ്ടാ ഞാൻ പിറക്കുമെങ്കിൽ നിന്റെ നിന്റെ അത് അവർ കൃത്യമായിട്ട് അങ്ങോട്ട് പ്രതിമധ്യം വരുമ്പോൾ നല്ല സുഖം മോളെ. അതുകൊണ്ടാ കേട്ടോ. പിന്നെ ഒരുമയില് ഒരു മയിൽ പീലി
ഒരു മയിൽ പീലിയാൽ ഒരു ആ അത് നല്ല സുഖ ഒരു ശക്തി വരട്ടെ കൊച്ചെ. ഒന്നും കഴിച്ചില്ല നീ? അവളെന്നെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടല്ലോ. അയ്യോ ശരിയാണ്. മറ്റേ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി. മക്കളെ വെറും പൊട്ടറ്റോ കഴിച്ചോണ്ട് ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ അത് മാത്രല്ല വേറെ കഴിക്കും. മോളെ ഈ എന്നനുരാഗം ഒരു എന്ന അത് തന്നെ എന്ന ഈ രമ്യ പറഞ്ഞു എന്ന അനുരാഗം അത് പാടാമോ വൃത്തിയായിട്ട്? മക്കളെ ഷാർപ്പാവരുത്. മക്കളെ അതുപോലെ ആ കാത്തിരിപ്പു അതിന് മുമ്പുള്ള ലൈൻ പാടിവാ മക്കളെ. നിന്റെ കാലൊച്ച കേൾക്കുവാനായി നിന്റെ കാലൊച്ച കേൾക്കുവാനായി കാത്തിരിപ്പൂ. കുറച്ച് ശക്തി മതി. പക്ഷെ നല്ലൊരു പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ അത് നമുക്ക് കുറേയും കൂടെ നമ്മുടെ നെഞ്ചിലേക്ക് തറയ്ക്കണം കേട്ടോ. അല്ല രമ്മിക്കൊന്നും ഉറയും കളയും. പല റിയാലിറ്റി ഷോയിലും ഞാൻ സോഡ മേടിച്ച് മുഖത്ത് തെളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും റിയാലിറ്റി ആയിരുന്നത്. ആ ഉറയും കളയും. അവളുടെ റിയാലിറ്റിയുടെ ഷോ ആയിരുന്നു അത്. ഞാൻ ഫേക്ക് ചെയ്തില്ല. ഇല്ല മനുഷ്യ മറ്റേ എന്തോനെ പറ്റിയിട്ടൊന്ന് പരാമർശിക്കും. അയ്യോ സോറി മക്കളെ അസാധ്യടാ. കൊള്ളായിരുന്നു. ഒന്നും കൂടെ കേൾക്കണം. ഒന്നല്ല 2-3 തവണ. അത് ശരിയാവുന്നവരാണ് പാട്ട്. എടുത്ത് ദൂരെ കളയാൻ തോന്നിയത്. എടാ ഒന്നുകൂടെ എന്തോ നിങ്ങളുടെ എന്തോ കേൾക്കാൻ മക്കളെ ആ ലൈൻ ഒന്ന് പാടി നിർത്തി കൊടുക്ക്. ആഹാ അങ്ങോട്ട് നോക്ക്. എന്തോ അത് നമുക്ക് അല്ല ശരിക്കും അത് ക്രോമാറ്റിക് ആണോ? അങ്ങനെയാണോ ശരിക്കും? ക്രോമാറ്റിക് ആക്കിയതാ അവന്മാര്. ഒറ്റ ഒരു ബെൻഡറൊക്കെ ഫിറ്റ് ചെയ്തതാണോ എന്തോ മറ്റേ സൈറൻ പോലെ നിനക്ക് ഒരു 5000 രൂപ ഞാൻ ഇന്ന് തരും ഇങ്ങനെയുള്ള എഫക്ട്സിന്, സൗണ്ട് എഫക്ട്സ്. മക്കളെ നന്നായിരുന്നു കേട്ടോ. കാരണം അത് കളിയാക്കിക്കൊണ്ടുള്ള ഒരു ഐറ്റം, അതുകൊണ്ട് അതും നന്നായിരുന്നു. രക്ഷപ്പെട്ടു. അത് നല്ല ഫീൽ ഉണ്ടായിരുന്നു. പക്ക ആക്കൽ. ശരത് സാർ, ജാനകിയമ്മയുടെ റിപ്പീറ്റ് ചെയ്ത് സാർ ഇപ്പോഴും കേൾക്കുന്ന ഒരു പാട്ട് ഏതാ? എല്ലാ പാട്ടും ഒരു എടേ എന്താന്നില്ലേ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടോ അത് കേട്ടോണ്ടിരിക്കും ഞാൻ. അത് ഒരു നിവർത്തില്ല, അതൊരു ജന്മമാണ് ജാനകിയമ്മ എന്ന് പറഞ്ഞാല്. ചേച്ചി ദേവൂട്ടി എന്താ ഇതിൽ പരം ഭാഗ്യം എന്ത് വേണം? മോള് പാടി കഴിഞ്ഞു. അതിന് നമ്മൾ ലെജൻഡിന് ഇവിടെ ഒരു ഡെഡിക്കേഷൻ കൊടുത്തു. മോൾക്ക് അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റി. അതൊരു അടിപൊളി കാര്യമാണ്. പിന്നെ മോളുടെ പാട്ട് എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ട ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഭക്തിയാണ്. മോൾക്ക് ആ ഭക്തി രസം ഈ പാട്ടിൽ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റി. മോള് കണ്ണാന്ന് വിളിക്കുന്ന പോർഷനൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ണാന്ന് വിളിച്ച ചേച്ചി അവള് ഫസ്റ്റ് പാടിയതിനെ ഗോൾഡൻ മൈക്ക്. അതാണ് ആ കണ്ണാന്ന് വിളിക്കുന്നതിന് ഒരു ഫ്രം ദ ഹാർട്ട് ഒരു ഒരു ഇമോഷൻ ഉണ്ട് ദേവുട്ടിയുടെ പാട്ടിൽ. അത് അതിന് ആ പോർഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റും ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബാക്കി അറ്റകുറ്റപ്പണികൾ ഉണ്ട്, അത് ശരിയാക്കണം. അല്ലെങ്കിൽ മോൾ നല്ല ക്യൂട്ടായിരുന്നു. ആ പാട്ടിന് വേണ്ടി ഇമോഷൻ മോള് കൊടുത്തു. പിന്നെ ചിരിച്ച ആദ്യം തന്നെ ഒരു മയിൽ പീലി ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഷാനിക്ക എന്തോ പശു ദേവു എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഇത് നമ്മൾ സിമിലർ സംഭവങ്ങൾ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിറക്കുമെങ്കിൽ നിന്റെ ചൊടിമലർ. പിന്നെ അതുപോലെ ഞാൻ ഒരു എക്സ്ട്രാ ഒന്ന് എഴുതി, ഒരു നീല കടമ്പായി ഞാൻ. അത് ചരണമല്ലേ, അനുപല്ലവി അല്ലേ അത്? നിൻ പ്രേമ കാളിന്തി അല്ലേ? അതൊന്ന് പാടിക്കാൻ മോളെ. എൻ്റെ സെക്കൻഡ് ലൈൻ ഒരു നീല കടമ്പായി, അത് ഒന്ന് പാടി വന്നു. നിൻ പ്രേമ കാളിന്തി പുളിനങ്ങളിൽ എന്നും ഒരു നീലക്കടമ്പായി ഞാൻ പൂച്ചൊരിയും. അപ്പൊ ആ പൂച്ചൊരിയും ഒന്ന് അതും എനിക്കൊന്ന് പാടിച്ചു തോന്നുന്നല്ലേ? നേരത്തെ പാടിച്ചായിരുന്നോ? ഓക്കെ. പിന്നെ എന്തോ അത് ശരിക്കും അങ്ങനെ തന്നെയാണ് അല്ലേ? അങ്ങനെ തന്നെയാണ്. അങ്ങനെ കളിയാക്കലാണ്. പക്ഷെ ഗംഭീരായിരുന്നു കേട്ടോ.
ഞാൻ ആദ്യം വിചാരിച്ചു അത് കളിയാക്കലാണെങ്കിൽ ഗംഭീരായിരുന്നു. അതെ, കളിയാക്കലാണെങ്കിൽ അത് ഗംഭീരായിരുന്നു. ഞാനിക്കോട്ടെ. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ വെച്ചാൽ ഇത് അവര് തമ്മിൽ ക്ലാഷ് ആയതാണോ എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ബട്ട് ഗുഡ്, ഇറ്റ് വാസ് നൈസ്. നല്ല നല്ല സോങ് സെലക്ഷൻ. മോൾ പാടിയതൊക്കെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു ഓൾ സർ. ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ദേവു എന്തോ ചോദിക്കാം. മാർക്സ് ഓക്കെ. ശരത് സാർ. മക്കളെ എന്തോ 8.7. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക 8.6. താങ്ക് യു സർ. 17.3. ആ